മോർട്ടൽ കോംബാറ്റ് അടിപൊളിയാണ്. നമ്മൾ മോർട്ടൽ കോംബാറ്റ് ഫാൻസിന് ഇത് കാത്തിരുന്നൊരു പടം. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണില്ലാത്ത ടൂർണമെന്റിനെ പറ്റി ഒന്നും പറയാനല്ലോ. ഇത് ടൂർണമെന്റ് ആണ്, എൻ്റെ പടം ടൂർണമെന്റ് ആണ്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല കിടില സ്റ്റൺസും ഫൈറ്റ്സ് ആ വിഷ്വല് അടിപൊളിയാണ്. നമ്മൾ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പണ്ട് കാലത്ത് ഗെയിം കളിച്ചിരുന്ന ഒരു ഫീൽ ഉണ്ട്. അടിപൊളി ഗെയിം അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു ഗെയിം എക്സാക്ട് പോലെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ഗെയിം കളിച്ചവർക്കൊക്കെ സിനിമ അത്ര കണക്ട് ആവുമായിരിക്കും അല്ലേ? ഗെയിം കളിച്ചവർ എനിക്കോട് ഗെയിമിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നോണം. പക്ഷെ എന്നാലും എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല. പെട്ടെന്ന് അങ്ങ് തീർന്നങ്ങ് പോയി. ഫസ്റ്റ് വണ്ണിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ പഴയ ക്യാരക്ടേഴ്സിനെ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ പോലും അതൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. CGI-യും VFX നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അത്യാവശ്യം R-rated മൂവിയാണ്. വിഷ്വൽസ് എല്ലാം കൊള്ളാം, CGI കൊള്ളാം, എല്ലാം അടിപൊളി. ഫാന്റസി എലമെന്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ? അതെ, നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നു. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ജനറൽ ഓഡിയൻസിന് ഇത് വർക്കാവോന്ന് അറിയത്തില്ല. ഞാനിപ്പം ഈ ഒരു ക്യാരക്ടേഴ്സിനെ ഒക്കെ ഫോളോ ചെയ്ത് ഗെയിമൊക്കെ കളിക്കുന്ന ആളാണ്. അപ്പം ഈ മൂവി നല്ലതാണ്. ബട്ട് ആ ഒരു ക്യാരക്ടേഴ്സോട് കണക്ട് ആവണമെങ്കിൽ ആ ഒരു ഗെയിം കളിച്ച ആൾക്കാർക്ക് കണക്ട് ആവുന്നത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഫസ്റ്റ് ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ട് ആ ഒരു ടൂർണമെന്റ് സെറ്റാക്കി വെച്ചിട്ട് ആ ഒരു ഫൈറ്റ് അടുത്തൊരു ഫൈറ്റ് അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഫൈറ്റിന്റെ ഇതിൽ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആ ഒരു മൂവ് ആണെങ്കിൽ അതിൽ ആ ഒരു റെഫറൻസ് നമുക്ക് മനസ്സിലായാലേ ഈ സിനിമ ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു ജനറൽ ഓഡിയൻസിന് ഈ സിനിമ വർക്ക് ആവുമെന്ന് വെച്ചാൽ എനിക്കറിയാം. പഴയ ക്യാരക്ടേഴ്സിനെ ക്യാരക്ടേഴ്സ് അതാണ് ഞാൻ പറഞ്ഞത്. ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്കാവും. അല്ലാത്ത പക്ഷം എനിക്ക് ഡൗട്ടാണ്. ഫസ്റ്റ് സീരീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കൊള്ളാം. സ്റ്റോറി കുറച്ചും ആക്ഷൻ കൂടുതലാണ് ഈ പടത്തിൽ. ഫാന്റസി എലമെന്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ആയോ? ഓ, കുഴപ്പമില്ല. ഗൂസ് ബംസ് ഒക്കെ ഉണ്ടോ ക്ലൈമാക്സിൽ? ആസ് എ ഗെയിം ഫാൻ ഉണ്ടായിരുന്നു. അല്ലാതെ വേറൊരാൾക്ക് കാണുന്ന ഒരാൾക്കും കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന പടം കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഫസ്റ്റ് പാർട്ടിനെക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. ഫാന്റസി എലമെന്റ്സ് ഒക്കെ പക്കായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം VFX CGI ഒക്കെ കുഴപ്പമില്ലാത്ത ഒരു രീതിക്ക്. VFX-ഉം CGI ആ ഒരു സൈഡ് കൊള്ളാം. സ്റ്റോറി ലെവല് ഭയങ്കര ബിൽഡിംഗ് ആണ്. അതായത് ഒരു 3-4 പടത്തിനുള്ള ലെവലിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. നേരത്തെ കുഴപ്പമില്ല. ഫസ്റ്റ് പാർട്ടി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? അത്ര സെറ്റപ്പ് ആയില്ല. കൊള്ളായതായാലും കണ്ടിരിക്കാം. ഗെയിം നല്ല ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് എങ്ങനെയുണ്ട്? ഫസ്റ്റ് പാർട്ട് കൊള്ളാം, രണ്ടും കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ കൊള്ളാം. ഇമോഷൻസ് ഒക്കെ ഉണ്ട്, കോമഡി. ഫാന്റസി എലമെന്റ്സ് ഒക്കെ പക്കായിട്ട് വർക്ക്ഔട്ട് ആയോ? അവര് പഴയ ക്യാരക്ടേഴ്സ് ഒക്കെ തിരിച്ചു വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, എല്ലാരും നല്ല കോമ്പിനേഷൻ. ഗെയിം കളിക്കുന്നവർക്കാണോ കൂടുതൽ കണക്ട് ആവുന്ന സിനിമ? ഗെയിം കളിച്ചവർക്കാണോ കൂടുതൽ കണക്ട് ആവുന്നത്? അങ്ങനെ ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല. സാധാ എമോഷൻസ് ഒക്കെ ത്രൂ ഔട്ട് വർക്ക്ഔട്ട് ആയില്ലേ? ബാക്കി 4 സീരീസ് വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? ബാക്കി 4 ബാക്കി 4 ഇത് സെക്കൻഡ് പടം. അല്ല, ഇതിന്റെ മുമ്പേ 3 അത് പഴയത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഗോറും VFX നല്ല രീതിയിൽ ചെയ്തു. ഫാന്റസി ഒക്കെ വർക്ക്ഔട്ട്. ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഫാന്റസി ഇതില് എന്താ പറയുക, മെയിൻലി ജോണി കേജിന്റെ ഷോ ആണ് മൊത്തം. ഫസ്റ്റിൽ കാണിച്ചത് മറ്റേ സ്കോർപ്പിയന്റെ പ്രീഡിസസർ ക്യാരക്ടേഴ്സിനെ റിട്ടേൺ കൊണ്ടുവരുമ്പോ എങ്ങനെയുണ്ട്? കുറച്ച് നല്ല ഗൂസ് ബംസ് ആണ്.